റാത്തല്ല മാഷാഅല്ലാ. ഇങ്ങനെ ഗ്രൗണ്ട് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കണ കാണുമ്പോൾ അത് ഒരു ഇതിങ്ങനെ സൈറ്റ് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുമ്പോൾ കാണുമ്പോൾ നല്ല രസമാണല്ലേ. അപ്പോൾ അത് പോട്ടെ, നമ്മളെ വിഷയം അതല്ല. ഇതാണ് നമ്മളെ സൈറ്റ് ഇട്ട മാഷാഅല്ലാ. എങ്ങനെയുണ്ട് നമ്മളെ സൈറ്റ്? നിങ്ങൾ പറഞ്ഞു, ഞാൻ അഭിപ്രായം പറഞ്ഞാണ്. റോഡ് മെയിൻ റോഡ് ഹൈവേ. പിന്നെ ഇതിൽ സ്ലാബ് ഇടാനുള്ളത്, ഇവിടെയാണ് സ്ലാബ് ഇടാനുള്ളത്. അതിനാണ് 3 വരെ വെച്ചിരിക്കണത് സെറ്റാക്കിയിട്ട്. ഇനി ഇൻഷാല്ലാ നമുക്ക് എന്ത് ചെയ്യണം, സ്ലാബ് ഫുള്ള് പെർഫെക്റ്റ് ആക്കിയിട്ട് വാർത്ത കൊടുക്കണ്ട മാഷാഅല്ലാ. ഇതിൻ്റെ ഓണർക്ക് പണിയെടുത്തതെന്ന് പറഞ്ഞാൽ കാരണം എന്താ പറയുക, ഞാൻ വേറെ വലിയൊരു സൈറ്റ് പോയേക്കി. അപ്പോൾ അയാൾ പറഞ്ഞു എന്നോട്, സമതാക്ക എന്നോട് പറഞ്ഞ് വലിയ സൈറ്റാണ്. വലിയ സൈറ്റ് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കിട്ടിയില്ല, ഏറ്റവും വലിയ സൈറ്റ് അതായിരിക്കും. പക്ഷേ കിട്ടുകയാണെങ്കിൽ അല്ലാഹു അലം. അപ്പോൾ സമതാക്ക എന്നോട് പറഞ്ഞ് എൻ്റെ കുട്ടി ഒരു പണിയിലും കള്ളത്തരയ്ക്കാതെ പണിയെടുത്തിരിക്കണം ഇവിടെ എന്നുള്ളത്. കാരണം എന്താ പറയുക, എനിക്ക് കരാറ് പണിയാണിത്. പക്ഷേ ഞാനിത് അതിനനുസരിച്ച് ഓരോരോ പണികൾ ഇത് കണ്ടെങ്കിൽ ഈ പില്ലറൊക്കെ ഇപ്പോൾ വെച്ചിരിക്കണ നേരെ ടോപ്പ് മെയിൻ സ്ലാബിൻ്റെ ഹൈറ്റിന് കടന്നുപോയി. അപ്പോൾ വേണ്ട 6 പില്ലർ, റൂമിൻ്റെ 6 പില്ലറും വെച്ച് പെർഫെക്റ്റാക്കി ഫുള്ള് സെറ്റാക്കി കൊടുത്തു. ഞാൻ തന്നെ നിന്ന് എന്ത് ചെയ്ത് കമ്പിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അളവെടുത്ത് തിന്നാനുള്ള സാധനം കൊണ്ടുവരും. മോനേട്ടാ ഇന്ന് പൊളിക്കൂല? ഓക്കെ. അപ്പോൾ ഇനി പൊളിക്കുമ്പോൾ നോക്കി അങ്ങനെ വൃത്തി എങ്ങനെ ഉണ്ട് എന്നിട്ടാ ഇൻഷാല്ലാ. കുടിവെള്ളം അവിടെ ഇതുണ്ട്, ഡ്രമ്മുണ്ട്. ആ ഡ്രമ്മിട്ട് ആ നേരെ ആ വീട്ടിൽ നിന്ന് ആ വയ്യൻ്റെ അടുത്ത ഭാഗത്തുണ്ട്. നിങ്ങൾ ഇത് വേണോ, കുപ്പി വേണോ? ഓക്കെ. അപ്പോൾ ആ കുപ്പി മൂപ്പര് മേലൊക്കെ എടുത്ത് വെച്ചിരിക്കണം. മേലെ ഓരോരുത്തർ കുപ്പി കാണുന്നുണ്ട്. അപ്പോൾ സംഭവം സെറ്റാട്ടാ. നമ്മൾ വെള്ളം കൊടുക്കുന്ന കുപ്പിയാണ് ആ വെച്ചിരിക്കണത്. ഓക്കെ, കണ്ടില്ല നിങ്ങൾ? ഇത്രയും പെർഫെക്റ്റ് ആട്ടോ പണി. പക്ഷേ നമ്മളെ കൽബിന് പണി ക്ലിയർ ആണോ, ബാക്കിയുള്ളതൊക്കെ ക്ലിയർ ആവും. പിന്നെ പാർട്ടിക്കാരോട് നമുക്ക് പറയാനുള്ള എന്താ, നിങ്ങൾ വെറുതെ അർജൻറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങളെ പണി തന്നെ മോശമാവും. വെറുതെ അനാവശ്യമായിട്ട് എന്ത് ചെയ്യരുത്, ടക്കടച്ചിട്ട് ആക്കരുത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഉള്ളവരെ വിട്ടുതരും. അപ്പോൾ അത് നിങ്ങൾക്കൊരു വിഷമാവും, നമുക്കും വിഷമാവും. ഓക്കെ. അപ്പോൾ അതിന് നിൽക്കണ്ട. എന്ത് ചെയ്യുക, എൻ്റെ സൗകര്യത്തിന് പണിയെടുക്കുകയാണെങ്കിൽ എൻ്റെ സൗകര്യത്തിനനുസരിച്ച് എല്ലാവരും ഞാനും കൂടെ തെർത്തിപ്പാക്കും. ഇപ്പോൾ ആകെ ഒരു മാസമായിട്ടുള്ളൂ പണി തുടങ്ങിയിട്ട്. ഇതിപ്പോൾ ഏകദേശം ഇങ്ങനെ ഈ കോലായി. അപ്പോൾ എൻ്റെ സൗകര്യത്തിൻ്റെ നാക്കിനനുസരിച്ച് വിട്ടെന്നാൽ എല്ലാവരുടെ പണി നല്ല വൃത്തി പോവും. അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അർജൻറ്റ് ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളുള്ളവരെ വെച്ച് പണിയെടുക്കും. അപ്പോൾ ഒരു വൃത്തിയും വെടുപ്പും ഉണ്ടാവില്ല പണി.